കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് അവിടെ മൂർത്തിയുടെ വീടാണ്. മൂർത്തിയുടെ അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞ് വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ്. തൊട്ടിൽ വരെ അവർ റെഡിയാക്കി വെക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തും, മോളിങ്ങോട്ട് വന്നാൽ മതി, സുന്ദരിക്കുട്ടി വന്നാൽ മതി, സപ്രപഞ്ച കട്ടിൽ വല്ല റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആകെ സന്തോഷത്തിലാണ്. ഈ സമയത്ത് മൂർത്തിയുടെ വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് അരുണ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം സുന്ദരി മോളെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ഇവർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിൽക്കി അതിന് ചെറിയ ചടങ്ങൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി ആരത്തി തട്ടമൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട് അവർ ഒഴിയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ദുർഗ കാറിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. അന്നേരം ദേ മോളെ കൊണ്ടുവന്നു എന്നിങ്ങനെ അവർ പറയുമ്പോൾ ദുർഗ ഈ തട്ടവും എല്ലാം കൂടി അങ്ങോട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. അന്നേരമാണെങ്കിൽ പക്ഷേ ഇതൊരു അരുണ കാണുന്ന സ്വപ്നം മാത്രമാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് അരുണ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ഞെട്ടി ഉണരുകയാണ്. അന്നേരം മൂർത്തി എഴുന്നേൽക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അരുണ എണീറ്റ് വെള്ളമൊക്കെ കുടിക്കുകയാണ്. അന്നേരം ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറയുകയാണ്. അന്നേരം വല്ലതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടായിരിക്കും എന്നിങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ഞാൻ മോളെ കൊണ്ടുവരുന്നതായിട്ടാണ്. അന്നേരം ദുസ്വപ്നം അല്ലല്ലോ, നല്ല സ്വപ്നമല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അച്ഛനും അമ്മയും ഞാനും മൂർത്തിയും ഒക്കെ ആകെ സന്തോഷിച്ച് വരികയായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അതിനിടയ്ക്ക് പിന്നെ ആരെങ്കിലും വന്നോ? അന്നേരം വരുമല്ലോ ഒരു ദുർഗ എന്ന് പറയുകയാണ്. അവരെന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത്? ഇത്രയും നല്ല അച്ഛനും അമ്മയ്ക്ക് എങ്ങനെ ഒരു മോള് പിറന്നു വരുന്ന ചിരിച്ച് കാണുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ചേച്ചിയുടെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ തന്നെയാണ്, എന്നെ സ്കൂളിൽ കൊണ്ടുവന്നും ഒക്കെ ചേച്ചിയാണ്. എന്നോട് ആരെങ്കിലും മിണ്ടിയാൽ എന്നെ ഒന്ന് മിണ്ടാൻ പോലും സമ്മതിക്കില്ല, എൻ്റെ കൂട്ടുകാർക്ക് വരെ പേടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പട്ടാളച്ചിട്ടയിൽ വളർന്നുകൊണ്ടായിരിക്കും മൂർത്തി ഇങ്ങനെ അൺറൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ഞാനോ അൺറൊമാൻറ്റിക്കോ അങ്ങനെയൊന്നുമല്ല, എൻ്റെ കോളേജ് ജീവിതത്തിൽ ഒരുപാട് കാമുകന്മാരായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂർത്തി ആകെ സന്തോഷത്തിലാണ്. അന്നേരമാണെങ്കിൽ പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊന്ന് ആ കാമുകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ അരുണ പറയുമ്പോൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ട് എഴുന്നേറ്റ് കൈയൊക്കെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് അരുണ അങ്ങോട്ട് പൊക്കിയെടുക്കാൻ പോവുകയാണ്. അന്നേരം വേണ്ട എന്തായി ചെയ്യാൻ പോകുന്ന ആ ഒരു സ്വപ്നത്തിൽ നിന്നും ഞാൻ ഒരു ഹാങ് ഓവറിൽ വന്ന പോലും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ശരിയാവൂടെ എന്ന് പറയുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഈ ചേച്ചിക്ക് എന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യം? ചേച്ചിക്ക് കുഞ്ഞുണ്ടല്ലോ താലോലിക്കാനായിട്ട്, പിന്നെ നമുക്കൊരു കുഞ്ഞിനെ വരുന്നതിൽ എന്താ? അന്നേരം അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല, താനും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് നമ്മുടെ മോളെ കൊണ്ടുവരിക ചെയ്യുമ്പോൾ രാജകുമാരിയെ പോലെ വാഴിക്കുക തന്നെ ചെയ്യും, അത് സന്തോഷമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ആ സ്വപ്നത്തിൻ്റെ എന്നൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ അരുണയെ അങ്ങോട്ട് കൃഷ്ണമൂർത്തി ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരിയെ കാണാനായിട്ട് ശാലിനി ചെല്ലുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ പാതി മയക്കത്തിൽ തന്നെയാണ്. പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മോളെ കാണണം, മോൾ എവിടെയാണ്, മോൾക്ക് അമ്മയെ വേണ്ടേ, അമ്മയെ കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ ചെന്നിട്ട് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ നഴ്സുമാർ പറയുന്നുണ്ട് വിളിക്കേണ്ട, മയക്കത്തിലാണെന്നുള്ളത്. അന്നേരം പക്ഷേ എന്നാലും മോളുടെ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായ ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരിക ഇങ്ങനെ മോളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കടം സഹിക്കുക വയ്യാതെ ശാലിനിയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഡോക്ടർ അവിടെ നിൽപ്പുണ്ട്, ശിവനും ഉണ്ട്. അന്നേരം എങ്ങനെയാണ് ചേച്ചിയുടെ കണ്ടീഷൻ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഒന്നും കൊണ്ടുവന്ന് കാണിച്ചാൽ പകുതി ആശ്വാസമാകും ആയും ചോദിക്കുന്നുണ്ട്. അന്നേരം അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, ആരാ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പോലെയാണ് എപ്പോഴും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ്. പിന്നെ നമ്മുടേതായ രീതിക്ക് എല്ലാവർക്കും അവരുടെ കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മുടേതായ രീതിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും കുഞ്ഞിനെ ഒന്നുകൊണ്ട് കാണിച്ചാൽ ശരീരയ്ക്ക് പകുതി ശരിയാവും, ഉചിതമായ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക, എന്തായാലും പിന്നെ പോസിറ്റീവായ റിസൾട്ടായിരിക്കണം കിട്ടേണ്ടത്, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കാണിക്കാൻ നോക്കുക എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ ആകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അമ്മ എവിടെ, അമ്മയെ വിളിക്കുക, അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭാമയോട് ബഹളം ഉണ്ടാക്കുകയാണ്. കുഞ്ഞ് അടുത്തുനിന്നതൊക്കെ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. രാഘവൻ നായർ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ഉണരുന്നുണ്ട്. അന്നേരം ഇതെന്താ ഭാമ രാവിലെ കൊച്ചുങ്ങളെ എത്തി കരയിപ്പിക്കുന്നതെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. അന്നേരം നമ്മുടെ അമ്മ എവിടെ, അമ്മയുടെ അടുത്ത് പോകണമെന്ന് ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഭാമ ഈ പറയുന്നത്, ശാലിനി ഇവിടെ ഇല്ലേ, ശാലിനി ജോലിക്ക് പോയോ, പൊന്നി എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് അമ്മയെ കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പം കാണണ്ട, ഇവർക്കിനി അമ്മയില്ല, ഞാനേ ഉള്ളൂ, ഞാനാണ് ഇവരെ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, നീ അവരുടെ അച്ഛമ്മയല്ലേ, അച്ഛമ്മയല്ലേ, അമ്മയല്ലല്ലോ, അമ്മയെന്ന് പറയുന്നവർക്ക് മനസ്സിൽ സ്ഥാനമുണ്ട്, കുട്ടികളുടെ അമ്മ നീ അല്ലാതെ അവരെ ശാലിനി അല്ല വേറെ ആരും ആകില്ല, നീ ശാലിനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി എവിടെ, പൊന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നേരം ശാലിനി ചത്തു എന്ന് പറയുകയാണ് ഭാമ പെട്ടെന്ന്. ഇനി അവളുടെ മുടിഞ്ഞവളുടെ പേര് പോലും ഇനി പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് അവളെ കയറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം എന്തോ ഭാമയെ പറയുന്നത്, കുട്ടികൾക്ക് അമ്മ വേണ്ടേ, അമ്മയില്ലാതെ പിന്നെ എങ്ങനെ ശരിയാവുക എന്ന്, നീ പെറ്റ വയറിൻ്റെ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ പെറ്റ വയറിൻ്റെ മഹത്വമൊക്കെ നീ അങ്ങോട്ട് പറയല്ലേ, അതുപോലെയല്ലേ അവർക്ക് അമ്മയെന്ന് പറയുകയാണ്. അന്നേരം കുട്ടികൾ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ, അമ്മയുടെ അടുത്ത് പോകണോ അച്ചച്ചാന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഈ കുട്ടികളെ അങ്ങോട്ട് രണ്ടുപേരെയും അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് ഭാമ പറയുന്നുണ്ട്, ഇവരെ ഒരു കുറവും വരുത്താതെയല്ലേ ഞാൻ നോക്കുന്നത്, ഇവർ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ ഞാൻ നോക്കുന്നത്, എന്നിട്ട് ഇവർക്ക് എന്തിനാ ഈ അമ്മയെ കാണണമെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അതിലൊരു വ്യത്യാസമുണ്ട്, നീ അവരുടെ അച്ഛമ്മയാണ്, അമ്മയല്ല, പ്രസവിച്ച മാത്രമേ അമ്മയാവുകയുള്ളൂ, അല്ലാതെ പോറ്റമ്മയൊക്കെ ആവത്തുള്ളൂ
ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കുട്ടികൾ വന്ന് രാഘവന്നാരോട് പറയുന്നുണ്ട്, നമുക്ക് അമ്മയുടെ അടുത്ത് പോകണം, അമ്മയെ കാണണമെന്നൊക്കെ. അന്നേരം ഭാമ ഇങ്ങനെ പറയല്ലേ, കുറച്ച് കഴിയട്ടെ മക്കളെ, അമ്മ വരുമ്പോൾ അമ്മയുടെ അടുത്ത് അമ്മയെ വിളിക്കാം, ജോലി കഴിഞ്ഞ് വരുമല്ലോ, അപ്പം ഇനി ഭാമ വഴക്ക് പറയാതെ അച്ഛൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പറയുന്നത്, അകത്ത് ഞാൻ കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുമ്പോൾ, നീ മിണ്ടായിരിക്കും ഭാമേ, കുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമല്ലേ, നീ അല്ല നോക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊന്നിയോട് രാഘവന്നാർ പറയുന്നുണ്ട്, കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോകും, മക്കൾ പോയിക്കോ, അമ്മ വരട്ടെ, അമ്മ വരുമ്പോൾ എല്ലാ പരിഹാരം അച്ഛൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പൊന്നിയെ കുട്ടികളെ കൂട്ടി അങ്ങോട്ട് അകത്തേക്ക് വിടുകയാണ്. തുടർന്നും ഭാമയോട് പറയുന്നുണ്ട്, ഇപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു ഇഷ്ടം പോലുമില്ല, അത് നീയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അവർ നിന്നെ തിരിച്ചൊന്നും പറയാതെ നിന്നോടുള്ള ബഹുമാനം കൊണ്ടാണ്, ആ ബഹുമാനം നീ അങ്ങോട്ട് ഇല്ലാതാക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഭാമ പറയുന്നുണ്ട്, രാഘവേട്ടത്തിൽ ഇടപെടേണ്ട, സത്യങ്ങൾ അറിഞ്ഞാൽ അവർ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ, അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. രാഘവന്നാർ ഇതെന്തു കൂത്ത് എന്നും പറഞ്ഞിട്ട് രാഘവന്നാർ ഇരിക്കുകയാണ്. ഇതേസമയം കമലിന് ശിവനും കൂടി ആ കമലിൻ്റെ ഓട്ടോയിലാണെങ്കിൽ അമ്മയും കുഞ്ഞിനെയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കമലൻ വെളിയിലേക്കൊക്കെ നോക്കുകയാണ്, ശിവനും നോക്കുന്നുണ്ട്. അന്നേരം കമലിനോട് ശിവൻ ചോദിച്ചു, നീ ആരെയാണ് നോക്കുന്നത്? അന്നേരം നമ്മൾ കുഞ്ഞിനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ, കുഞ്ഞിൻ്റെ അമ്മയെ നോക്കാമല്ലോ, അമ്മയുടെ കയ്യിലല്ലേ കുഞ്ഞിനെ കാണുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം നോക്കി ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനും കാണുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആശാൻ പേടിപ്പിക്കാതെ, നമുക്ക് വേണ്ട നല്ല ഓമനത്തുള്ള കുഞ്ഞല്ലേ, അപ്പോൾ ഒരു സുന്ദരിയായ അമ്മയുടെ കയ്യിലേ കുഞ്ഞിനെ കാണുമെന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോകുമ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വഴിയോര കച്ചവടമാണെങ്കിൽ ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഇപ്പുറത്തെ ടൗല് വെച്ചൊരു കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അന്നേരം ആശാൻ ഈ കുഞ്ഞെന്നും പറഞ്ഞൊരു വണ്ടി നിർത്തുന്നുണ്ട്. അതിൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്തെ ചായക്കടയിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ഇത് കൊള്ളാമല്ലോ, നമുക്കങ്ങ് പൊക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനോ, പകൽ സമയമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പോസ്കോ എന്നൊക്കെ ഇങ്ങനെ കമലം പറയുകയാണ്. അന്നേരം പോക്സോ ആണെടാ, പോസ്കോ അല്ല എന്നൊക്കെ ഇങ്ങനെ തിരുത്തുന്നുണ്ട് ശിവനാണെങ്കിൽ. എന്നിട്ട് പറയുകയാണ്, ആശാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞൊരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആശാനെ കുഞ്ഞിനെ എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം അല്ല, നമുക്ക് അച്ഛനെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് അടുത്തേക്ക് ചെല്ലുന്നത്. അന്നേരം നീ കാര്യമായിട്ടാണോ പറയുന്നത്? അന്നേരം എടുക്കുക, ആരായാലും ഓടി വരുമല്ലോ എന്ന് പറയുകയാണ്. ശിവൻ പെട്ടെന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിന് അമ്മ കാണുന്നുണ്ട്. അമ്മ അയ്യോ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കുഞ്ഞിനെ ഇങ്ങ് വടി, എൻ്റെ കുളന്തേന്നും പറഞ്ഞൊരു തമിഴാണെന്ന് തോന്നുന്നു, കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കണം. പക്ഷെ മലയാളം സംസാരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഈ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം അതേന്ന് ഇവർ പറയുന്നുണ്ട്. അന്നേരം ഈ കുഞ്ഞിനെ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് വേണം എന്നിങ്ങനെ കമലം പറയുമ്പോൾ മനസ്സിലാവുന്നില്ല അവർക്ക് ആദ്യം. പിന്നീട് അല്ല, കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് വേണമായിരുന്നു എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് ഓടി വരണേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛനൊക്കെ ഓടി വരികയാണ്. നമ്മുടെ കുളന്തയെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ കമലിനെ ഇങ്ങോട്ട് പിടിച്ച് അവരെല്ലാവരും കൂടെ ചേർന്ന് ആദ്യം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കമൽ അടി കൊണ്ടങ്ങോട്ട് വിളിക്കുകയാണ്. അന്നേരം ശിവൻ പെട്ടെന്ന് പിടിച്ച് മാറ്റിയിട്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്ന ഒരമ്മ ഈ കുഞ്ഞിനെ നഷ്ടമായി, കുറച്ച് സമയത്തെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനാണ് എന്ന് പറയുകയാണ്. അന്നേരം ഉടായ്പൊന്നും അല്ലല്ലോ എന്നിങ്ങനെ അയാൾ ചോദിക്കുകയാണ്, സത്യമാണോ? അന്നേരം അതേ, സത്യം തന്നെയെന്ന് പറഞ്ഞിട്ട് കമലം പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് വെച്ചെടുത്ത് അയാളെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം എങ്കിൽ ശരി, പണം കിട്ടിയാലോ ഓക്കെ, ഇതുപോലെ പിന്നെയും വെച്ച് തരാമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നമ്മൾ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും സന്തോഷത്തിൽ കമലെ ഈ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുകയാണ്. അതേസമയം ഇവിടെ പൊന്നിയാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പോകാനായിട്ട് സത്യയുടെയും അപ്പയുടെയും തലമുടിയെ കെട്ടി കൊടുക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശിവനങ്ങൾ വരൂ ഞങ്ങളെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പൊന്നി പറയുകയാണ്. അന്നേരം പൊന്നിയൻ്റെയാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഓട്ടോയിലാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, സത്യമ്മ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുമെന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് രാഘവൻ നായരാണെങ്കിൽ സ്റ്റിക്കർ കുത്തിപ്പിടിച്ച് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ അമ്മ എന്തിയെ, ശാലിനി എന്തിയെ, വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, അതിന് സത്യമ്മ അമ്മയെ തല്ലി പുറത്താക്കിയില്ലേ? അന്നേരം തല്ലി പുറത്താക്കി, അതെ ഒരുപാട് തല്ലി, നമ്മൾ പറഞ്ഞതാണ് തല്ലല്ലേ എന്നിട്ടും വാതിലടച്ചു, വരരുതെന്ന് പറഞ്ഞു, അമ്മ കരഞ്ഞുകൊണ്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോൾ രാഘവനാർക്ക് സംഭവം പിടികിട്ടുന്നില്ലല്ലോ. ഇതെന്താ ഭാമ കാണിച്ചത്, ഇവർക്ക് വീണ്ടും മട്ടായോ, കുറേ നാളോട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താ കാര്യം എന്നൊക്കെ പൊന്നിയോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, രാഘവ സാറ് വൈദ്യരുടെ അടുത്ത് പോയിരിക്കുമ്പോഴായിരുന്നു, രാഘവ സാറിനോട് പറയേണ്ടെന്നാണ് പറഞ്ഞത്, കൃത്യമായിട്ട് സത്യാമ്മയ്ക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ഇനി പറയുമ്പോൾ രാഘവനാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ തല്ലിയത്, എന്താ കാരണം, വലിയ വഴക്കാണല്ലോ, വിഷ്ണു എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ സത്യാമ്മയ്ക്കേ അറിയത്തുള്ളൂ എന്നിങ്ങനെ പൊന്നി പറയുന്നുണ്ട്. അന്നേരം അതൊന്ന് ചോദിക്കണമല്ലോ, വിഷ്ണുവിനെ വിളിക്കാം എന്താണെന്ന് വെച്ചാന്നും പറഞ്ഞ് അകത്തേക്ക് രാഘവൻ നായർ പോവുകയാണ്. അന്നേരം കുട്ടികൾ ബാക്കി യൂണിഫോമൊക്കെ ആയിട്ട് റെഡി ആകുന്നുണ്ട്. അന്നേരം പൊന്നെ കരുതുകയാണ്, സത്യമ്മ പറഞ്ഞതാണ് രാഘവ സാർ ഒരു കാരണവശാൽ ഇത് അറിയരുതെന്നുള്ളത്, ഞാനായിട്ടൊന്നും പറയുന്നില്ല, അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് പറഞ്ഞ് പൊന്നി നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ ഹോസ്പിറ്റലിൽ കമലിനും ശിവനും കൂടി ആ കുഞ്ഞിനെയും അമ്മയും അച്ഛനും കൂടി എത്തുന്നുണ്ട്. അന്നേരം ഡോക്ടറകത്ത് ശരീരം പരിശോധിച്ച് നിൽക്കുകയാണ്. ശാലിനിയും ശിവനും പിന്നെ കമലനും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വെളിയിൽ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്നതും പിന്നീട് കുഞ്ഞിനെയും കൊടുത്ത് വിടുന്നതും ഒക്കെയാണ്. അതിനുശേഷമാണ് ശാലിനി പറയുന്നത്, ഇങ്ങനെ ശിവനോട് പറയുന്നതാണ്, കമലിനങ്ങ് അപ്പുറത്തേക്ക് ഇവരോടൊപ്പം പോയതാണ്, പക്ഷേ കമലൻ പിന്നീട് തിരിച്ചു വരുന്നുണ്ട്. അന്നേരമാണ് ശാലിനി ശിവനോട് സംസാരിക്കുന്നത്, വിഷ്ണു
വിഷ്ണുവേട്ടൻ്റെ മരണം ഒരാളും അറിയരുതെന്ന് വിഷ്ണുവേട്ടൻ എടുത്ത തീരുമാനമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ കമലിനിത് കേട്ടുകൊണ്ട് വരികയാണ്. കമലിനിത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എട്ടതിയമ്മേ എന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്നിങ്ങനെ കമലിനിങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോൾ ശാലിനി ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. ശിവന് നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് കമലിനെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ. നിങ്ങൾ ചതിക്കുന്നയാളാണ്, കൂടെ നിൽക്കുന്നു, വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ പോലും നിങ്ങൾ പറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമലൻ ദേഷ്യപ്പെട്ടു പോകുന്ന സീനൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി ഭാമ ഇനി ശാലിനി തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, താങ്ക് യു.